ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് കിച്ചൺ. അപ്പോൾ ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള അവൽ ഇസ്തിരിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിന്നായിട്ടുള്ള അവലാണ്. അവൽ 2 ടൈപ്പിൽ കിട്ടും, കട്ടിയുള്ളതും തിന്നായിട്ടുള്ളതും. ഇത് തിന്നായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവലാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ പച്ചയ്ക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാനും പിന്നെ പാലൊഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുതിർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത പാലാണ്. അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണമെങ്കിൽ തേനോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സേവ് അഥവാ ഓമപ്പൊടിയാണ്. ഇതും ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. നമുക്ക് റോബസ്റ്റ പഴമാണ് ഇതിൽ ചേർക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ അതിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫിലിപ്പിനോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനും സെയിം റോബസ്റ്റ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം സെർവ് ചെയ്യാൻ നേരത്ത് വേണം പാലും അതുപോലെ സേവും ചേർക്കാനായിട്ട്. അപ്പോഴേ അത് ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ സേവ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സേവ് കുറച്ച് ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാലിൻ്റെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് സേവ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. രാവിലെ നമുക്ക് ധൃതിയാണ്, പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കോൺഫ്ലെക്സ് ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്, ഈസിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അവൽ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം, അതുപോലെ കാഷ്നട്ട് വറുത്ത് ചേർക്കാം, പിന്നെ ഏലക്കാപ്പൊടി ചേർക്കാം, തേങ്ങ ചേർക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ് ചേർത്ത് കൊടുത്ത് ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ റെഡിയാക്കിയത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.